ഹായ്, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് വസന്ത. ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ചുട്ടിപ്പാറ, അതായത് പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണവും ആ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ പറഞ്ഞാലും അന്വേഷണ ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം 3 പെൺകുട്ടികൾക്കെതിരായിട്ടാണ് ആരോപണം ഉയർന്നു വന്നത് എങ്കിലും പെൺകുട്ടികളെന്നോ വിദ്യാർത്ഥിനികളെന്നോ ഉള്ള പരിഗണനയൊന്നും തന്നെ നൽകാതെ അദ്ദേഹം അവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി, കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. ഇത്തരം കേസുകളിൽ പലപ്പോഴും, അതായത് 306 വരുന്ന പഴയ IPC 306 വരുന്ന ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ ആരോപിക്കുന്ന വ്യക്തികളെ അറസ്റ്റ് ചെയ്യാൻ തുനിയാറില്ല. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഒരു ക്രൈം നടന്നാൽ ആ അറസ്റ്റ് രേഖപ്പെടുത്താനോ അല്ലെ അറസ്റ്റ് ചെയ്യാനോ വൈകും തോറും പിന്നെയും അതായത് നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കും എന്ന് ഉള്ളതുകൊണ്ടാവാം ഇത്തരം ക്രൈമുകൾ കൂടിക്കൂടി വരുന്നത്. ഇവിടെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന രീതിയിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിസ്ഥാനത്ത് 3 പെൺകുട്ടികളാണ്. മരണപ്പെട്ടതും ഒരു പെൺകുട്ടി. മരിക്കാനിടയായ സംഭവം, അല്ലെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യയിലേക്ക് അതിനെ പ്രേരിപ്പിച്ചതെന്ത്, എന്തിന്റെ അല്ലെങ്കിൽ ആരുടെ പ്രേരണ മൂലമാണ് ആ കുട്ടി മരിച്ചത് അല്ലെ ആത്മഹത്യ ചെയ്തത്, അതെല്ലാം അന്വേഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും കളക്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. ഇവിടെ അത്തരത്തിൽ യാതൊരു വീഴ്ചയും, അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിലുള്ള വീഴ്ച മൂലമാണ് പലപ്പോഴും പല കേസുകളിലും പ്രതിയെ വെറുതെ വിടാനിടയാകുന്നത്. ഈ കേസിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ നമ്മൾക്ക് പ്രത്യാശിക്കാം. കാരണം അന്വേഷണം ഏറ്റെടുത്ത ഉടൻ തന്നെ അദ്ദേഹത്തിന് പ്രഥമ ദൃഷ്ട്യാ ഈ പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടവരാണെന്ന് വ്യക്തമായതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. കാരണം പിന്നീടൊന്ന് ആലോചിക്കാൻ, അല്ലെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നതിനോ മറ്റും സാധിക്കുന്നതിന് മുൻപേ തന്നെ, ഒരു മുഴ മുന്നേ തന്നെ അദ്ദേഹം എറിഞ്ഞു. ഇത്തരം കേസുകൾ കോടതിയിലെത്തുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ പ്രതികളെ, കുറ്റാരോപിതരെ വെറുതെ വിടാൻ ഇടയാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. തീർച്ചയായും നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ലീഗൽ സർവീസസ് അതോറിറ്റി, അതിന്റെ കീഴിൽ ഓരോ ജില്ലയിലും പ്രഗത്ഭരായ അല്ലെങ്കിൽ അറിവുള്ള ഡിഫൻസ് ലോയേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ഇനി ഈ കുറ്റകൃത്യം ചെയ്ത് കോടതിയിലെത്തുന്ന ഈ പ്രതികൾക്ക് അഭിഭാഷകരില്ലെങ്കിൽ പോലും ഈ ഡിഫൻസ് ലോയേഴ്സ് ആയിരിക്കും അവർക്ക് വേണ്ടി ഹാജരാകുന്നത്. അവരെ ഏൽപ്പിക്കുന്ന ഇത്തരം കേസുകൾ അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യും. ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് കോടതിയിലെത്തുന്ന ഇത്തരം ആളുകൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ലീഗൽ എയ്ഡ് എന്നുള്ള രീതിയിൽ സർക്കാർ ചിലവിൽ നല്ല പ്രഗത്ഭരായ അഭിഭാഷകരെ കിട്ടുന്നു. അവർക്ക് യാതൊരു സാമ്പത്തികമായിട്ട് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല. നല്ല ഭംഗിയായി മറ്റേതൊരു അഭിഭാഷകനും ചെയ്യുന്ന രീതിയിൽ ആ കേസുകൾ നല്ലതുപോലെ കോടതിയിൽ നടത്തുന്നു. ഇനി പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ട് ആ വീഴ്ച ഏതൊക്കെയാണെന്ന് കോടതിയെ അവർ ബോധ്യപ്പെടുത്തുന്നു. കോടതി ഒരിക്കലും, സത്യകോടതി എന്ന് നിങ്ങൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, നീതിന്യായ കോടതി. എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തങ്ങളുടെ മുൻപിൽ വരുന്ന ഒരു കേസിൽ വെറുതെ വിടാനും ശിക്ഷിക്കാനും കോടതിക്കും സാധിക്കുകയുള്ളൂ. കാരണം കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് അപ്പീലൊക്കെ പോകുമ്പോൾ അവിടെ ഏത് കോടതിയിലാണോ ഈ കേസ് വിചാരണ നടന്നത്, അതേത് കോടതിയാണോ എന്നുള്ളതെല്ലാം അപ്പീൽ കോടതി വിലയിരുത്തും. അപ്പം തങ്ങളുടെ കേസിൽ, അല്ലെ തങ്ങളുടെ മുന്നിലെത്തുന്ന കേസിൽ എവിഡൻസിന്റെ അഭാവമുണ്ടെങ്കിൽ അവർക്ക് ആ കേസ്
കേസിലെ പ്രതികളെ വെറുതെ വിടുകയേ നിർവാഹമുള്ളൂ. എവിഡൻസിന്റെ അഭാവത്തിൽ പ്രതികളെ ശിക്ഷിക്കാതെ വെറുതെ വിടാതിരിക്കണമെങ്കിൽ അത് ആരുടെ ജോലിയാണെന്ന് വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ജോലിയായിരിക്കും. ഇനി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മൾക്ക് പാടെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു കേസും ആരംഭം തൊട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാകണമെന്നില്ല ആ കേസ് കംപ്ലീറ്റ് അന്വേഷിക്കുന്നത്. കാരണം 3-4 മാസം ഒരു കേസ് നോക്കും, അത് കഴിഞ്ഞ് അവർക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആവും. പിന്നീട് വരുന്നവരായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം എവിടെങ്കിലുമൊക്കെ അന്വേഷണത്തിൽ പാളീച്ചകൾ ഉണ്ടാകാം, മനഃപൂർവ്വമല്ലാത്ത പാളീച്ചകൾ വരാം. അതൊക്കെ പ്രതിക്ക് അനുകൂലമായി വരികയേ ഉള്ളൂ. അങ്ങനെ തന്നെ വേണം പറയാൻ. അതുകൊണ്ടാണ് ഈ കോളിളക്കം സൃഷ്ടിക്കുന്ന പല കേസുകളും കോടതിയിലെത്തുമ്പോൾ ആ പ്രതികളെല്ലാം ശിക്ഷയിൽ നിന്നും ഇളവ് നേടി അല്ലെങ്കിൽ പ്രതികളെയെല്ലാം കോടതിക്ക് വെറുതെ വിടേണ്ടി വരുന്നത്. ആ സമയം നമ്മൾ കോടതിയെ പഴിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് ഈ പത്തനംതിട്ടയിൽ ഈ 3 പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ കാണിച്ച അതേ ആർജവം പിന്നീട് വരുന്നവരും കാണിക്കുക. എവിഡൻസ് കളക്ട് ചെയ്യുന്നതിലും അന്വേഷണം A to Z അന്വേഷണം നടത്തുന്നതിലും വീഴ്ച വരുത്താതെ ഇരിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, അതിൻ്റെ പിതാവ് പറയുന്നതനുസരിച്ച് അതിന് അപ്സ്റ്റെയർ, അതിൽ മുകളിലത്തെ നിലയിൽ പോലും അതങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാറില്ല. അപ്പം ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലേക്ക് അത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലും ദുരൂഹത ഉണ്ടാവണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് തന്നെയായാലും നിങ്ങളുടെ കമൻറ്റിനുള്ള മറുപടി വ്യക്തമായ രീതിയിൽ തരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക.